ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാനും ഉപരിപഠനം നടത്താനും ആഗ്രഹിക്കുന്ന ലക്ഷക്കണക്കിന് വിദേശികൾക്ക്, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് വലിയ ആശങ്ക നൽകുന്ന ഒന്നാണ് 2026 മാർച്ചിൽ പ്രാബല്യത്തിൽ വന്ന പുതിയ കുടിയേറ്റ നിയമ ഭേദഗതി. മൈഗ്രേഷൻ അമെൻഡ്മെന്റ് ആക്ട് 2026 എന്ന് പേരിട്ടിരിക്കുന്ന ഈ നിയമം രാജ്യത്തിന്റെ അതിർത്തി സുരക്ഷയും ആഭ്യന്തര ഭദ്രതയും മുൻനിർത്തി ഇമിഗ്രേഷൻ മന്ത്രിക്ക് അസാധാരണമായ അധികാരങ്ങളാണ് നൽകുന്നത്. മാർച്ച് 12-ന് പാർലമെന്റ് പാസാക്കിയ നിയമം 14-ാം തീയതി മുതൽ പ്രാബല്യത്തിൽ വന്നുകഴിഞ്ഞു. പുതിയ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അറൈവൽ കൺട്രോൾ ഡിറ്റർമിനേഷൻ എന്ന സവിശേഷ അധികാരമാണ്. അന്താരാഷ്ട്ര തലത്തിൽ അപ്രതീക്ഷിതമായ പ്രതിസന്ധികളോ യുദ്ധമോ ആഭ്യന്തര കലാപങ്ങളോ ഉണ്ടാകുമ്പോൾ ഓസ്ട്രേലിയക്ക് പുറത്തുള്ള താൽക്കാലിക വിസ ഉടമകളുടെ പ്രവേശനം തടയാൻ ഇമിഗ്രേഷൻ മന്ത്രിക്ക് ഈ നിയമം അധികാരം നൽകുന്നു. ഒരു നിശ്ചിത രാജ്യത്ത് നിന്നുള്ളവരെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക വിസ വിഭാഗത്തിൽപ്പെട്ടവരെയോ 6 മാസം വരെ ഓസ്ട്രേലിയയിൽ ഇറങ്ങുന്നതിൽ നിന്ന് തടയാൻ മന്ത്രിക്ക് സാധിക്കും. സാഹചര്യങ്ങൾ മെച്ചപ്പെടുന്നില്ലെങ്കിൽ ഈ കാലാവധി നീട്ടാനും വ്യവസ്ഥയുണ്ട്. നിങ്ങളുടെ കൈവശം സാധുവായ വിസയുണ്ടെങ്കിൽ പോലും മന്ത്രി ഇത്തരം ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചാൽ ആ വിസ താൽക്കാലികമായി നിശ്ചലമാകും. അതായത് വിസ റദ്ദാക്കപ്പെടില്ല, എന്നാൽ ആ വിസ ഉപയോഗിച്ച് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ സാധിക്കില്ല. വിമാനം കയറുന്നതിന് മുമ്പ് എയർലൈനുകൾ പരിശോധിക്കുമ്പോൾ സിസ്റ്റത്തിൽ അറൈവൽ നോട്ട് ഓക്കെ എന്ന ഫ്ലാഗ് വരികയും നിങ്ങൾക്ക് യാത്ര നിഷേധിക്കപ്പെടുകയും ചെയ്യും. മലയാളി വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം വലിയൊരു സാമ്പത്തിക മാനസിക വെല്ലുവിളിയാണ്. ഓസ്ട്രേലിയൻ സർവകലാശാലകളിൽ ലക്ഷക്കണക്കിന് രൂപ ഫീസ് അടച്ച് വിസ കൈപ്പറ്റിയാൽ പോലും വിമാനം ഇറങ്ങുന്നത് വരെ അനിശ്ചിതത്വം നിലനിൽക്കും എന്നതാണ് വാസ്തവം. വിസ നിലവിൽ ഉണ്ടായിട്ടും പ്രവേശനം തടയപ്പെട്ടാൽ അത് പഠനത്തെയും പാർട്ട് ടൈം ജോലിയെയും ആശ്രയിച്ചു കഴിയുന്ന വിദ്യാർത്ഥികളുടെ സാമ്പത്തിക ഭദ്രതയെ തകർക്കും. പ്രവേശനം തടയപ്പെട്ടിരിക്കുന്ന 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ വിസ കാലാവധി അവസാനിച്ചാൽ അത് വലിയ നിയമക്കുരുക്കുകൾക്കും വഴിതെളിക്കും. വിദേശത്തിരിക്കുമ്പോൾ വിസ പുതുക്കുന്നതിനും മറ്റും പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടി വരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളെ നിലവിൽ ഹൈ റിസ്ക് പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരിശോധനകൾ കൂടുതൽ കർശനമാക്കാനും കാരണമാകുന്നു. വൈദഗ്ധ്യമുള്ള വിദേശ തൊഴിലാളികളെ നിയമിക്കുന്ന കാര്യത്തിലും 2026-ലെ പരിഷ്കാരങ്ങൾ കർശനമാണ്. ഏതെങ്കിലും ഒരു വിദേശ തൊഴിലാളിയെ നിയമിക്കുന്നതിന് മുൻപ് ആ ജോലി ചെയ്യാൻ തദ്ദേശീയരായ ഓസ്ട്രേലിയക്കാരെ കിട്ടാനില്ലെന്ന തൊഴിലുടമകൾ കൃത്യമായി തെളിയിക്കേണ്ടതുണ്ട്. ഇത് ആരോഗ്യ മേഖലയിലും നിർമ്മാണ മേഖലയിലുമുള്ള നിയമന നടപടികൾ വൈകാൻ കാരണമാകുന്നു. അമിതമായി കുടിയേറ്റം നിയന്ത്രിക്കുക വഴി രാജ്യത്തെ ഭവന പ്രതിസന്ധി പരിഹരിക്കാനാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. കുടിയേറ്റ നിയമങ്ങൾ കടുപ്പിക്കുമ്പോഴും ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന സാധാരണക്കാർക്കും പ്രായമായവർക്കും ആശ്വാസം നൽകുന്ന ചില നിയമങ്ങളും 2026 ജനുവരി മുതൽ പ്രാബല്യത്തിൽ വന്നു. ഡിജിറ്റൽ പേയ്മെന്റുകൾ സാർവത്രികമാക്കുന്ന സാഹചര്യത്തിലും പലചരക്ക് സാധനങ്ങൾ, ഇന്ധനം തുടങ്ങിയ ആവശ്യ വസ്തുക്കൾ വിൽക്കുന്ന വ്യാപാരി ഉപഭോക്താക്കളിൽ നിന്ന് പണം സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണെന്ന് സർക്കാർ നിയമം കൊണ്ടുവന്നു. ബാങ്ക് കാർഡുകളോ ആപ്പുകളോ ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കും ഗ്രാമീണ മേഖലയിലുള്ളവർക്കും ഇത് വലിയ സഹായമാണ്. സാമ്പത്തിക മാന്ദ്യവും വിലക്കയറ്റവും നേരിടാൻ സർക്കാർ ചില പ്രധാന ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. മാതാപിതാക്കളെ ജോലിക്ക് പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ചൈൽഡ് കെയർ സബ്സിഡി വർദ്ധിപ്പിച്ചു. അർഹരായ കുടുംബങ്ങൾക്ക് 2 ആഴ്ചയിൽ 72 മണിക്കൂർ സബ്സിഡിയോടുകൂടി പരിചരണം ഇപ്പോൾ ഉറപ്പാകുന്നു. PBS ലിസ്റ്റിലുള്ള പല പ്രധാന മരുന്നുകളുടെയും വില പരിധി $25 കുറച്ചു. ഇത് കുടുംബങ്ങളുടെ മെഡിക്കൽ ബഡ്ജറ്റിൽ വലിയ കുറവുണ്ടാക്കും. 10 ലക്ഷത്തിലധികം വരുന്ന ഗുണഭോക്താക്കൾക്ക് നൽകുന്ന ആനുകൂല്യ തുകയിൽ ജനുവരി 1 മുതൽ വർധനവ് വരുത്തി. നിയമം കയ്യിലുണ്ടെങ്കിലും നിലവിൽ ലോകത്തെ ഒരു രാജ്യത്തിന് നേരെയോ പ്രത്യേക വിസ വിഭാഗത്തിന് നേരെയോ ഓസ്ട്രേലിയ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ആശ്വാസകരമായ വസ്തുത. ഈ നിയമത്തെ ഒരു ലോഡ് ചെയ്ത തോക്കിനോടാണ് വിദഗ്ധർ ഉപമിക്കുന്നത്. സർക്കാർ അത് കയ്യിൽ വെച്ചിട്ടുണ്ട്, എന്നാൽ ഇതുവരെ ആർക്കും നേരെ പ്രയോഗിച്ചിട്ടില്ല. നിലവിൽ വിസയുള്ളവർക്ക് സാധാരണ പോലെ യാത്ര ചെയ്യാം. എയർലൈനുകൾക്കോ ബോർഡർ ഫോഴ്സിനോ ആരെയും തടയാനുള്ള നിർദ്ദേശങ്ങൾ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. എങ്കിലും ആഗോള സാഹചര്യങ്ങൾ മാറുകയാണെങ്കിൽ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ നിയമം പ്രയോഗിക്കപ്പെട്ടേക്കാം. പുതിയ നിയമ സാഹചര്യത്തിൽ ഓസ്ട്രേലിയൻ വിസയുള്ളവരോ അപേക്ഷിച്ചവരോ നിരവധി കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യാത്രയ്ക്ക് തൊട്ടു മുൻപുള്ള ദിവസങ്ങളിൽ നിങ്ങളുടെ വിസ സ്റ്റാറ്റസ് കൃത്യമായി പരിശോധിക്കുക. ഇമിഗ്രേഷൻ പോർട്ടലിൽ നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുക. സർക്കാരിന്റെ അറിയിപ്പുകൾ ഇതിലൂടെയാണ് ലഭിക്കുക. വിസയുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് അംഗീകൃത മൈഗ്രേഷൻ ഏജന്റുമാരുടെ ഉപദേശം മാത്രം തേടുക. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോം അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ വാർത്തകളും അറിയിപ്പുകളും നിരന്തരം ശ്രദ്ധിക്കുക. 2026-ലെ ഓസ്ട്രേലിയൻ കുടിയേറ്റ നിയമ ഭേദഗതികൾ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാധാരണക്കാരുടെ സാമ്പത്തിക സുസ്ഥിരതയ്ക്കും പ്രാധാന്യം നൽകുന്നവയാണ്. വിദേശത്തുള്ള വിസ ഉടമകൾക്ക് മേൽ ഒരു നിയന്ത്രണ കവചം തീർക്കുകയാണ് ഇതിലൂടെ സർക്കാർ ചെയ്യുന്നത്. വിസ ലഭിക്കുക എന്നത് ഓസ്ട്രേലിയയിൽ പ്രവേശിക്കാനുള്ള കേവലമായ ഒരു അനുമതി മാത്രമായി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര സാഹചര്യം അനുസരിച്ച് ഏത് നിമിഷവും ഈ അനുമതി താൽക്കാലികമായി നിർത്തലാക്കാൻ സർക്കാരിന് കഴിയും. അതിനാൽ കൃത്യമായ അറിവും ജാഗ്രതയും പുലർത്തുന്നത് ഓസ്ട്രേലിയൻ സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുന്നവർക്ക് അനിവാര്യമാണ്.